സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യം. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. വചനം പറയാണ്, സ്തുത്യർഹനായ കർത്താവിനെ, ഏറ്റവും ആരാധ്യമായ സ്തുതിക്ക് യോഗ്യമായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുക. എപ്പോഴാണ് വിളിച്ചപേക്ഷിക്കൽ വരിക? ജീവിതത്തിലേക്ക് അനർത്ഥങ്ങൾ വരുമ്പോഴാണ്, ജീവിതത്തിന് പതനങ്ങൾ വരുമ്പോഴാണ്. അപ്പം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉടൻ തന്നെ അതിന് ഉത്തരം ഇവിടെ രേഖപ്പെടുത്തിയേക്കാണ്. അവിടുന്ന് തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. പൂർണ്ണമായ ഒരു ബോധ്യം അവിടെ പറഞ്ഞിരിക്കുക. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ബോധ്യം ഇതാ. കാറ്റും കോളും ഒക്കെ ജീവിതത്തിലുണ്ടാവും, പക്ഷേ എൻ്റെ ദൈവം അനർത്ഥങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കും. ഈ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടി അച്ഛൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ ഈ നിമിഷത്തെ ഒന്ന് കൊടുക്കുക. കണ്ണുകളടച്ച് നമുക്ക് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലും സങ്കടങ്ങളുണ്ട്, എന്തെങ്കിലും അനർത്ഥങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈശോ നിൻ്റെ ശക്തി അവരിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ട അവർക്ക് ചുറ്റുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ബോധ്യത്തെ ഇവരിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും എതിർചിന്തകളുണ്ടെങ്കിൽ നിൻ്റെ നാമത്തിൽ അതെല്ലാം മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിൽ സമാധാനത്തോടു കൂടി ഉറങ്ങുവാനായിട്ട് ഇവർക്കെല്ലാവർക്കും സാധിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ പുതിയ ഉന്മേഷത്തോടും പുതിയ ചൈതന്യത്തോടും കൂടി പ്രവേശിക്കുവാനായിട്ട് ഇവർക്കെല്ലാവർക്കും ഇടവരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.